അമ്മാവാ, ഞാൻ ഈ മടിയിൽ കിടന്നിട്ട് എത്ര നാളായി ഇപ്പോ? എന്താ അമ്മാവ എന്നോടിപ്പോ സംസാരിക്കാത്തെ? എന്നോടൊന്നും പറയാതെ തന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാന്നാണോ വിചാരിക്കുന്നത്? എന്നെ വിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ എന്നെ ഒരിക്കലും ഇവിടുന്ന് പറഞ്ഞയക്കില്ല എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇപ്പൊ എന്തിനാ അമ്മാവ വന്ന് കാണാൻ പോലും പറ്റാത്തത്ര ദൂരത്തിലേക്ക് എന്നെ അയക്കണോന്ന് പറയുന്നത്? അമ്മാവൻ പറയുന്നതും അമ്മാവന്റെ സ്നേഹവും ഒന്നും ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക്. ഞാൻ ഒരിക്കലും അമ്മാവനോട് എനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ചോദിക്കാൻ പോവാ. എനിക്ക് രാജയെ കല്യാണം കഴിച്ചു തരുമോ അമ്മാവാ? എല്ലാത്തിനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ മാത്രം എന്തിനാ അമ്മാവ എന്നെ വിട്ട് നീങ്ങി പോകുന്നത്? കൊച്ചിലെ തൊട്ടേ എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും എന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മാവ. ഇപ്പോഴും എന്റെ മനസ്സിൽ അത് തന്നെയാണ് അമ്മാവ. പക്ഷേ എന്തോ എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും അമ്മാവനെന്ന് വെച്ചാൽ എത്ര ബഹുമാനാണ്, എത്ര സ്നേഹമാണ്. എല്ലാവർക്കും അമ്മാവനെന്ന് വെച്ചാൽ എത്ര മതിപ്പാണ്. എന്നിട്ടോ ഇപ്പോ ഫസ്റ്റ് ടൈം എനിക്ക് അമ്മാവനെ കാണുമ്പോ പേടിയാണ് തോന്നുന്നത്. ഇപ്പോ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്ന അമ്മാവൻ ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ഇപ്പൊ ഇത്രയും വലിയ ശിക്ഷ തരണമെന്ന് എന്തിനാ വിചാരിക്കുന്നേ? സിദ്ധുവിന്റെ കൂടെ നിന്റെ കല്യാണം നടക്കാൻ പോകുന്നുള്ളത് സത്യമാണ്. നിനക്ക് വാക്ക് തന്നിട്ട് അവർക്ക് കൊടുത്ത് വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. നീ ക്ഷമിക്കുക. ഏയ്, മുഹൂർത്ത നാള് കുറിച്ചിട്ടുണ്ട്. നമ്മുടെ പയ്യനോട് പറയണം, അവനോട് വേഗം വരാൻ പറ. വരാൻ പറയേണ്ടത് നമ്മുടെ മകനോടല്ല. മുതലാളി കേൾക്കുന്നുണ്ട്? പറയേ. നമ്മുടെ 20 വർഷത്തെ പക വരുന്ന 20-ാം തീയതി തീർക്കാന്ന് പണിക്കര് പറഞ്ഞിരിക്കുന്നു. ഈ ശുഭവാർത്ത പറയാൻ വേണ്ടിയാ ഞാനിപ്പോ നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. സുഖമാണോ വലിയ മുതലാളി? കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ? ഇനിയും 18 ദിവസമേ ഉള്ളൂ. ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു മുതലാളി. ഇന്നാട്ടിലെ എല്ലാവരെയും ക്ഷണിക്കണം. ചെറുപ്പക്കാര്, വയസ്സായവര്, കുഞ്ഞുങ്ങള്, യുവതികള് എല്ലാവരും ഞങ്ങളെ നോക്കുമ്പോ ഞങ്ങൾ പ്രൗഢിയോടെ നടക്കണം. ആ സമയം എന്റെ മകൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടണം. ഇത് മറക്കല്ലേ മുതലാളി. ആ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം. കാറ്റ് നമ്മുടെ ഭാഗത്തേക്കാടി വീശുന്നത്. വിജയത്തിന്റെ മണം ശരിക്കും മൂക്കിലേക്ക് തുളച്ച് കയറുന്നുണ്ട്. അവൻ തോൽക്കാൻ പോവുക. അവൻ തോൽക്കാൻ പോവാണ്. ഞാൻ തന്നെയാ ജയിക്കാൻ പോകുന്നേ. എല്ലാരും ഒന്നിങ്ങോട്ട് വരൂ. വരുന്ന 20-ാം തീയതി നമ്മുടെ മഹാലക്ഷ്മിയുടെ കല്യാണമാണ്. ഗായത്രി, നമ്മുടെ സ്വന്തക്കാരോടൊക്കെ ഈ വിശേഷം അറിയിക്കും. വെങ്കടേശ, പയ്യൻ വീട്ടുകാരെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ശരി മുതലാളി. മുത്തു, മുതലാളി, കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടക്കും. അമ്മാവാ,
അമ്മാവ. അമ്മാവൻ എല്ലാരും എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞില്ലല്ലോ. രാജ നല്ലൊരു പയ്യനാണ് അമ്മായി. എന്നെ നന്നായിട്ട് നോക്കുന്ന ഒന്ന് പറയൂ. മനസ്സിൽ ഒരാളെ ഇത്രയും സ്നേഹിച്ചിട്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇതൊന്ന് അമ്മാവനോട് പറയൂ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് ചെയ്യും മഹാലക്ഷ്മി? നീ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ ഞാൻ ജീവനോട് ഇരിക്കില്ലെന്ന് നിനക്ക് അറിയില്ലേ? നീ ഇല്ലാതെ എനിക്ക് മാത്രം ജീവിച്ചിരിക്കാൻ പറ്റുമോ? പോവാൻ നമുക്ക്. ഈ നാടും സ്വന്തവും ബന്ധവും എല്ലാം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ നമുക്ക്. എന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് പോവോ? എന്ത് നടന്നാലും ശരി, നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം. ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം. എന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കൂട്ടിയിട്ട് പോ രാജാ. ആ